സർക്കാർ മികച്ച പ്രകടനം നടത്തിയെന്ന് സ്വാഭാവികമായും മന്ത്രിമാർ അവകാശപ്പെടും, സർക്കാർ അവകാശപ്പെടും. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഉണ്ടായത് LDFനെ സംബന്ധിച്ച്. സാധാരണ നിലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന മേൽക്കൈ ഇത്തവണ ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 10 കൊല്ലം ഭരിച്ച ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇനി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടും ആ പറയുന്ന വിധത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഉണ്ടായി എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ ജില്ലകളിലും അത് കാണുമായിരുന്നു. എല്ലാ ജില്ലകളിലും ആ അളവിൽ കണ്ടില്ല. ഇപ്പം ഞാൻ വന്ന തൃശ്ശൂർ ജില്ല 30 ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ 21 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടി വൃത്തിയുള്ള മേൽക്കൈ. 13 മണ്ഡലങ്ങളിൽ 12ലും വോട്ടിൻ്റെ കണക്കെടുത്ത് പഞ്ചായത്തിൽ പോയാൽ കൃത്യമായി കാണാൻ പറ്റുന്ന വിധത്തിലുള്ള മേൽക്കൈ ഇതുണ്ടാക്കിയാണ് ഇടതുപക്ഷ ജനാധിപത്യ. അതെ ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ എറണാകുളത്തുണ്ടായത് ഭരണവിരുദ്ധ വികാരം മാത്രമാണെങ്കിൽ, ഭരണവിരുദ്ധ വികാരം 10 വർഷക്കാലം ഭരിച്ച ഒരു ഗവൺമെൻറ്റിനോട് ചില വിധത്തിലുള്ള അസ്വസ്ഥതകളും ചില വിധത്തിലുള്ള ലഭ്യമാകാത്ത പ്രശ്നങ്ങളും ഒക്കെ ആളുകൾക്കുണ്ടാകും. പക്ഷേ അതൊരു ഭരണവിരുദ്ധ വികാരമായി പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ 14 ജില്ലകളിലും അതുണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടായ അനുഭവങ്ങൾ നേരത്തെ നമുക്കുണ്ട്. CPIക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് നിശ്ചയമായും ഒരു വിശകലനം ഉണ്ടാവുമല്ലോ. നേരത്തെ മതനിരപേക്ഷതയുടെ കാര്യം പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ഇടതുമുന്നണിയോട് അകലുന്നുണ്ടോ? അവർക്ക് അവിശ്വാസം വരുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ അങ്ങനത്തെ ചില സൂചനകളുണ്ട്. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും മതന്യൂനപക്ഷങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ആശങ്കകൾ ബോധപൂർവം സൃഷ്ടിക്കാനുള്ള പരിശ്രമത്തെ യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാകും എന്ന വിശ്വാസമാണ് സ്വാഭാവികമായിട്ടുള്ളത്. മതന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ല. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, സർക്കാരിനെതിരായി സംഘം ചേരുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും കൂട്ടി ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ പണി ചെയ്യും. അത് എങ്ങനെ ദൂരീകരിക്കും? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പല സംഭവ വികാസങ്ങൾ, വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന തോന്നൽ, അദ്ദേഹം പല പ്രസ്താവനകൾ നടത്തുന്നു, അതിന് ഭരണമുന്നണിയുടെ ഒരു തണലുണ്ട് എന്നൊരു തോന്നൽ വരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി തന്നെ അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അത് ലഘൂകരിക്കുന്നു. ഇങ്ങനെ ഈ തരത്തിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെയുള്ള കാര്യങ്ങളുടെ പുറകെ പോകണോ എന്നുള്ള സംശയം ആർക്കും തോന്നും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള മതന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷം വരുന്നവരെയും ഒക്കെ ഒരുമിച്ച് കാണാനുള്ള കെൽപ്പുള്ള മതനിരപേക്ഷത നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു മുന്നണിയാണ്. സ്വാഭാവികമായിട്ടും ഓരോ ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളെ പർവ്വതീകരിക്കാൻ ആളുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ശ്രമം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ പറയേണ്ട അഭിപ്രായം കൃത്യമായിട്ട് പറയുകയും ചെയ്യും. എന്നാൽ മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതാണ്? ആ പ്രശ്നങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളോടുള്ള നിലപാടുകളിൽ 2 പക്ഷത്തിൻ്റെയും വ്യത്യാസം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. മതന്യൂനപക്ഷങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ.